ഇന്ത്യയിൽ ഏറ്റവും മികച്ച നൈറ്റ് ലൈഫുള്ള നഗരമായി ബാംഗ്ലൂർ അറിയപ്പെടുന്നു. ഡൽഹി നഗരത്തിൽ അധികാരത്തിൻ്റെ ഒരു അന്തരീക്ഷമുള്ളതുകൊണ്ട് നിങ്ങൾ IAS ഓഫീസറോ ചുരുങ്ങവശം ഒരു കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ യാതൊരു പ്രാധാന്യവുമില്ല. ബോംബെയിലാണെങ്കിൽ കാശുണ്ടാക്കാൻ മാത്രം അറിയുന്ന ഒരു നഗരമായി മുംബൈ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ബാംഗ്ലൂർക്കാർക്ക് കാശുണ്ടാക്കാൻ മാത്രമല്ല, കാശ് ചെലവഴിക്കുവാനും ജീവിതം ആസ്വദിക്കുവാനും, അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നൈറ്റ് ലൈഫ് ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്ന് പറയുവാൻ കാരണം. മലബാർ മാഗസിൻ ഒരു നിഷ്പക്ഷ ചാനലായതുകൊണ്ട് നൈറ്റ് ലൈഫ് മോശമായ കാര്യമാണ് എന്ന് പറയുവാൻ നിവൃത്തിയില്ല. നല്ല കുടുംബങ്ങളിൽ പിറന്ന ചെറുപ്പക്കാർ വൈകുന്നേരം വീട്ടിൽ വന്നാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുകയും മോശം കുടുംബങ്ങളിലുള്ള ചെറുപ്പക്കാർ വീണ്ടും പുറത്തിറങ്ങുകയും കള്ളുകുടിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ മലയാളികൾ ഭൂരിഭാഗം ഇഷ്ടപ്പെടുന്നത് ഈ രണ്ടാമത്തെ സംസ്കാരമാണ്. എന്ന് മാത്രമല്ല, എല്ലാ സംസ്കാരങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അച്ഛനും മുത്തച്ഛനുമൊക്കെ കള്ളുകുടിയനാണെങ്കിൽ അത് പരസ്യമായി തുറന്നു പറയുന്നതിൽ യാതൊരു നാണക്കേടും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കുവാൻ നാം പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കള്ളു കുടിക്കാത്തവർ കള്ളൊരു മോശം സാധനമാണെന്ന് പറഞ്ഞു നടക്കുകയും ശല്യമുണ്ടാക്കുകയും ചെയ്യാൻ പാടില്ല. അതുപോലെ കള്ളു കുടിക്കുന്നവർ ഒരു സ്മോൾ അടിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതും ശരിയല്ല. മറ്റുള്ളവരുടെ സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടുന്നതും കളിയാക്കുന്നതും ഫാഷിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്ന് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരണമെന്നും പുഴ പോലെ മദ്യം ഒഴുകണമെന്നും ഒരു തിയറി തന്നെ സാമ്പത്തിക വിദഗ്ധർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏതായാലും ബാംഗ്ലൂർ നഗരത്തിന് ഇന്ത്യയുടെ പബ് സിറ്റി എന്ന് പേര് ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പബ്ബുകളുടെ അതേ ശൈലിയിൽ തന്നെയുള്ള ധാരാളം പബ്ബുകൾ ഏകദേശം അതേ നിലവാരത്തിൽ തന്നെ ബാംഗ്ലൂരിൽ ലഭ്യമാണ് താനും. എങ്കിലും കർണാടകയിലെ ഭൂരിഭാഗം ജനങ്ങളും തറവാട്ടുകാരും പഴയ ജീവിതശൈലിയിൽ വിശ്വസിക്കുന്നവരുമായതുകൊണ്ട് കർണാടകയിലെ ഗവൺമെൻറ് പബ്ബുകളുടെ മീതെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അർദ്ധരാത്രിയാവുന്നതോടുകൂടി എല്ലാ നൈറ്റ് ക്ലബ്ബുകളും പബ്ബുകളും അടക്കുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാത്രി 2 മണിയാകുമ്പോഴാണ് പല പബ്ബുകളും സജീവമാകുന്നത്. ശനിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷം നഗരത്തിലേക്ക് ഇറങ്ങുന്ന യൂറോപ്പുകാർ ഞായറാഴ്ച രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കള്ളുകുടി സംസ്കാരം രഹസ്യമായി സംസാരിക്കുന്നതിന് പകരം അഭിമാനത്തോടെ സംസാരിക്കുവാൻ നിങ്ങൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് കൂടുതലായി MG റോഡിലും ബ്രിഗേഡ് റോഡിലും റെസിഡൻസി റോഡിലും സെയിൻറ്റ് മാർക്സ് റോഡിലും ചർച്ച് സ്ട്രീറ്റിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ പറയുന്ന സ്ട്രീറ്റുകളെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടങ്ങളിൽ എത്തിപ്പെടാൻ MG റോഡ് മെട്രോ സ്റ്റേഷൻ വഴിയാണ് വരേണ്ടത്. മഹാത്മാഗാന്ധി റോഡ് എന്നാണ് ഈ റോഡിൻ്റെ യഥാർത്ഥ പേര്. എങ്കിലും എല്ലാവരും MG റോഡ് എന്നുള്ള ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നു. കാരണം കള്ളു കുടിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. രാത്രി 10 മണി കഴിയുന്നതോടെ കുറേശ്ശെ ആളുകൾ സ്ഥലം വിടാൻ തുടങ്ങുന്നു. കാരണം ഇത് യൂറോപ്പല്ല, ഇന്ത്യയാണ്. എങ്കിലും 11 മണിക്ക് ഓർഡർ സ്വീകരിക്കുവാൻ അവർ തയ്യാറാകുന്നുണ്ട്. 12 മണിയോടുകൂടി കൗണ്ടറുകൾ അടക്കാൻ തുടങ്ങുന്നു. പൊതുവെ MG റോഡിലുള്ള ബാറുകളും നൈറ്റ് ക്ലബ്ബുകളും ചെലവേറിയതാണ്. എന്ന് മാത്രമല്ല, ബാംഗ്ലൂരിൽ ധാരാളം വിദേശികൾ താമസിക്കുന്നത് കൊണ്ട് വിദേശികളുടെ നിലവാരത്തിൽ ബില്ല് ചെയ്യുന്ന ഒരു രീതി ഈ പ്രദേശത്തുള്ള റെസ്റ്റോറൻറ്റുകൾക്കുണ്ട്. ഒരിക്കലും മദ്യപിക്കാത്ത ധാരാളം ആളുകൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി MG റോഡ് പ്രദേശത്ത് വരുന്നത് കാണാറുണ്ട്. കാരണം നൈറ്റ് ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കള്ളുകുടി മാത്രമല്ല, മികച്ച ഭക്ഷണം നേടിയുള്ള യാത്രയുമാണ് എന്ന് നമുക്കറിയാം. ഇംഗ്ലീഷ് ഭാഷയിൽ നൈറ്റ് ലൈഫിന് രാത്രിയിൽ പോയി കള്ളുകുടിക്കുക എന്ന് മാത്രമല്ല, ഡിന്നർ കഴിക്കുക എന്നും അർത്ഥമുണ്ട്. ധാരാളം വിദേശ വിദ്യാർത്ഥികളും ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസും MBA സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ബാംഗ്ലൂരിൽ ധാരാളമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് അറിയണമെങ്കിൽ രാത്രിയോ പകലോ MG റോഡ് പരിസരത്ത് വന്നാൽ മതി. അതുപോലെ ധാരാളം ബഹുരാഷ്ട്ര കമ്പനികളും വിദേശ കമ്പനികളും ബാംഗ്ലൂരിലുണ്ട്. ഇത്തരം കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളും വളണ്ടിയർമാരും ഇൻറ്റേൺസും എക്സ്ചേഞ്ച് സ്റ്റുഡൻസും ധാരാളമായി MG റോഡ് പരിസരത്ത് എത്തിച്ചേരുന്നു. ട്രിനിറ്റി സർക്കിളിൽ നിന്ന് അനിൽ കുംബ്ലെ സർക്കിൾ വരെ പരന്നു കിടക്കുന്ന ഒരു വലിയ റോഡാണ് MG റോഡ്. ബ്രിട്ടീഷുകാർ സൗത്ത് പരേഡ് റോഡ് എന്ന് വിളിച്ചിരുന്ന പൗരാണികമായ ഒരു തെരുവാണ് MG റോഡ്. എന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലെയും വലിയ റോഡുകളെ മഹാത്മാഗാന്ധി റോഡ് എന്ന് വിളിക്കുന്നത് കൊണ്ട് സൗത്ത് പരേഡ് എന്ന പ്രശസ്തമായ പേര് മാറ്റുവാൻ വാശി പിടിക്കുകയും MG റോഡ് എന്നാക്കി മാറ്റുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കുള്ള തെരുവാണ് മഹാത്മാഗാന്ധി റോഡ്. ധാരാളം റീറ്റെയിൽ കടകളും ഫുഡ് ഔട്ട്ലെറ്റ്സും റെസ്റ്റോറൻറ്റ്സും ഓഫീസ് ബിൽഡിങ്ങുകളും സിനിമാ തിയേറ്ററുകളും ബാങ്കുകളും ഇവിടെയുണ്ട്. പ്രധാനമായും 3 മെട്രോ സ്റ്റേഷൻസാണ് ഇവിടെയുള്ളത്. MG റോഡ് സ്റ്റേഷന് പുറമെ കബ്ബൺ പാർക്ക് സ്റ്റേഷനും ട്രിനിറ്റി സ്റ്റേഷനും മെട്രോ വഴി ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ സഹായിക്കുന്നു. ഓരോ സ്റ്റേഷനിലും വണ്ടി ഇറങ്ങിയാൽ ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് പകരം ഗേറ്റുകളെക്കുറിച്ചുള്ള ബോർഡുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ സ്ഥലത്തേക്ക് തന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും.
തെറ്റായ സ്ഥലത്തേക്ക് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് വീണ്ടും റോഡിൻ്റെ മറുവശത്തെത്തണമെങ്കിൽ പലപ്പോഴും 60 രൂപ കൊടുക്കേണ്ടി വരും. പണ്ട് ഇവിടെ മനോഹരമായ ഒരു വീതിയുള്ള MG റോഡ് ഉണ്ടായിരുന്നു. എന്നാൽ ആ മനോഹരമായ MG റോഡ് അപ്രത്യക്ഷമായി. അതിനു പകരം ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും നാട്ടുകാരുടെ സ്വൈരജീവിതം വർഷങ്ങളോളം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ റോഡിൻ്റെ 2 വശവും മെട്രോ സ്റ്റേഷനും നടുക്ക് ഒരു പാലവുമുണ്ട്. MG റോഡിൻ്റെ പഴയ സൗന്ദര്യം അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ബാംഗ്ലൂരിൻ്റെ എല്ലാ ഭാഗത്തും മെട്രോ സ്റ്റേഷനുകളും ഓവർഹെഡ് മെട്രോ ലൈനുകളും ഓവർ ബ്രിഡ്ജുകളും ധാരാളമായി ഇപ്പോൾ വന്നിട്ടുള്ളതുകൊണ്ട് നഗരത്തിൻ്റെ സൗന്ദര്യം മൊത്തത്തിൽ നശിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് നഗരത്തിൻ്റെ പഴയ സൗന്ദര്യം അറിയാത്തതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ പരാതിയില്ല. ബാംഗ്ലൂരിലെ മുത്തച്ഛന്മാർ മാത്രമാണ് പണ്ടുണ്ടായിരുന്ന നഗര സൗന്ദര്യവും ഇരുവശവും മരങ്ങൾ നിറഞ്ഞ തെരുവുകളിൽ കൂടി ഷോപ്പിംഗ് നടത്തുന്ന അനുഭവവും വർണ്ണിക്കുന്നത്. പണ്ടുകാലത്ത് ബാംഗ്ലൂരിൽ ഫ്ലൈ ഓവറുകൾ വളരെ കുറവായിരുന്നു. ചെന്നൈ ഫ്ലൈ ഓവറുകൾ കൂടുതലായി ഉപയോഗിച്ചതുകൊണ്ട് വികൃതമായൊരു സിറ്റിയാണെന്ന് ബാംഗ്ലൂർക്കാർ കളിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ബാംഗ്ലൂരിനും ചെന്നൈയുടെ മാതൃക പിന്തുടരുവാനും ധാരാളം ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വന്നു. നഗരത്തിൻ്റെ സൗന്ദര്യം 90% നശിപ്പിക്കുവാൻ ഫ്ലൈ ഓവറുകൾക്ക് കഴിഞ്ഞുവെങ്കിലും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്കും ഫ്ലൈ ഓവർ ഇല്ലാതെ എളുപ്പത്തിൽ എവിടെയും എത്താൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പണ്ട് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ട്രാഫിക് കുരുക്കുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായതും കുറേയധികം ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. എന്നാൽ കോഴിക്കോട് പോലെയുള്ള നഗരങ്ങൾ 3-4 ഫ്ലൈ ഓവറുകൾ മാത്രമുണ്ടാക്കിയതുകൊണ്ട് ട്രാഫിക് കുരുക്ക് ഇപ്പോഴും അപ്രത്യക്ഷമായിട്ടില്ല. കോഴിക്കോടിൻ്റെ വലിപ്പമുള്ള ഒരു നഗരത്തിൽ 25 ഫ്ലൈ ഓവർ ചുരുങ്ങിയത് ഉണ്ടാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സുഗമമായ ട്രാഫിക്കിൻ്റെ ഒഴുക്ക് ഉണ്ടാവുകയുള്ളൂ. പണ്ടുകാലത്ത് ബാംഗ്ലൂരിനേക്കാൾ നല്ല നഗരമാണ് ചെന്നൈ എന്ന് തമിഴന്മാർ വാദിക്കാറുണ്ടായിരുന്നു. അതിന് കാരണം ചെന്നൈയിൽ ഫ്ലൈ ഓവറുകൾ കൂടുതലുള്ളതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാ സ്ഥലത്തും എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ബാംഗ്ലൂരാണ് മനോഹരമെന്ന് ബാംഗ്ലൂർ വാസികൾ നിർബന്ധം പിടിച്ചു. അതിന് കാരണം ഫ്ലൈ ഓവറുകൾ ഇല്ലാത്തതുകൊണ്ട് നഗരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുവാൻ ബാംഗ്ലൂരിന് സാധിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരാണോ ചെന്നൈ ആണോ മനോഹരമായ നഗരം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടും വികൃതമായ നഗരങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ പ്രാക്ടിക്കൽ ഫങ്ഷനാലിറ്റി ഇപ്പോൾ ബാംഗ്ലൂരിന് ചെന്നൈയുടെ നിലവാരത്തിൽ എത്തുവാൻ പറ്റിയിട്ടുണ്ട്. ആധുനിക ലോകത്തിൽ സൗന്ദര്യത്തെക്കാൾ പ്രധാനം കാര്യങ്ങൾ നടക്കുവാനും എളുപ്പത്തിൽ യാത്ര ചെയ്യുവാനുമുള്ള സൗകര്യമാണെന്ന് നമുക്കറിയാം. ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ MG റോഡിൽ എത്തണമെങ്കിൽ മെജസ്റ്റിക്കിൽ പോയി വണ്ടി മാറിക്കയറേണ്ട ആവശ്യമുണ്ട്. മെജസ്റ്റിക്കിൽ നിന്ന് വൈറ്റ് ഫീൽഡ് ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളിലാണ് കയറേണ്ടത്. ഇന്ദിരാനഗർ ഈ റൂട്ടിലാണുള്ളത്. അതുപോലെ തിരിച്ചു വരുമ്പോൾ MG റോഡിൽ നിന്ന് ചള്ളകട്ടെ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളിലാണ് കയറേണ്ടത്. അതിനുശേഷം വിധാൻസൗധയും മെജസ്റ്റിക്കും കഴിഞ്ഞാൽ KSR റെയിൽവേ സ്റ്റേഷനും മൈസൂർ റോഡും ജ്ഞാനഭാരതി സർവകലാശാലയും കെങ്കേരിയും ചള്ളകട്ടയുമാണ്. അതേസമയം ബാംഗ്ലൂരിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പോകാനുള്ളവർക്ക് MG റോഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മെജസ്റ്റിക് സർക്കിളിൽ ഇറങ്ങുകയും യശ്വന്ത്പൂർ, KR മാർക്കറ്റ്, ലാൽബാഗ്, ജയനഗർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മെട്രോ വണ്ടി മാറിക്കയറി യാത്ര ചെയ്യുകയും ചെയ്യാവുന്നതാണ്. MG റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 3 ഗേറ്റുകളുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എക്സിറ്റ് Aയിൽ കൂടി പുറത്തിറങ്ങിയാൽ കാമരാജ് റോഡിലും, എക്സിറ്റ് Bയിൽ കൂടി പുറത്തിറങ്ങിയാൽ ബ്രിഗേഡ് റോഡിലും, എക്സിറ്റ് Cയിൽ കൂടി പുറത്തിറങ്ങിയാൽ ചർച്ച് സ്ട്രീറ്റിലുമാണ് എത്തിപ്പെടുക. വൈകുന്നേരം MG റോഡിൽ വരുമ്പോൾ ചർച്ച് സ്ട്രീറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ 3ാമത്തെ എക്സിറ്റ്, അതായത് എക്സിറ്റ് Cയിൽ കൂടി തന്നെ പുറത്തിറങ്ങുവാൻ ശ്രദ്ധിക്കുക. ഈ എക്സിറ്റിൽ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഡോമിനോ പിസയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. എക്സിറ്റിൽ നിന്ന് പുറത്തേക്ക് പടികൾ ഇറങ്ങുമ്പോൾ ഇടതുവശത്ത് ആദ്യം കാണുന്നത് ചായ് പോയിൻ്റ് എന്ന റെസ്റ്റോറൻ്റാണ്. ചെറുപ്പക്കാർ ധാരാളമായി തടിച്ചുകൂടുന്ന ഒരു ഹാങ് ഔട്ടാണ് ചായ് പോയിൻ്റ് റെസ്റ്റോറൻറ്റ്. MG റോഡിന് പാരലലായിട്ടാണ് ചർച്ച് സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 750 മീറ്റർ നീളമുണ്ടാകും. 1 കിലോമീറ്റർ തികച്ചില്ല. എങ്കിലും ഇവിടെ നടക്കുന്ന ബിസിനസ് 10 കിലോമീറ്റർ വലുപ്പമുള്ള മറ്റു തെരുവുകളിൽ നടക്കുന്നില്ല. ബ്രിഗേഡ് റോഡിൽ തുടങ്ങി സെയിൻറ്റ് മാർക്ക് റോഡിൽ അവസാനിക്കുന്ന ഒരു കൊച്ചു തെരുവാണ് ചർച്ച് സ്ട്രീറ്റ്. ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് ഏരിയയും നൈറ്റ് ലൈഫ് ഏരിയയുമായി ചർച്ച് സ്ട്രീറ്റ് അറിയപ്പെടുന്നു. ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നതും ഇവിടെയാണ്. 7 വർഷം മുമ്പ് ഈ തെരുവ് നവീകരിക്കുകയും 9 കോടി രൂപ ചെലവഴിച്ച് മനോഹരമായി കല്ലുകൾ പാകി യൂറോപ്യൻ നിലവാരത്തിലാക്കുകയും ചെയ്തു. 4 വർഷം മുമ്പ് ചർച്ച് സ്ട്രീറ്റിൽ ഗതാഗതം നിരോധിച്ച് പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആക്കുവാനുള്ള ഒരു ശ്രമം നടന്നുവെങ്കിലും അത് വിജയിച്ചിട്ടില്ല. ഇപ്പോൾ വൺ വേ ട്രാഫിക്കായി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജുകളിലെയും MBA കോളേജുകളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഹാങ് ഔട്ടാണ് ചർച്ച് സ്ട്രീറ്റ്. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ചർച്ച് സ്ട്രീറ്റിൽ വരുമ്പോൾ അല്പം കൂടുതൽ ഫാഷനബിളായി വസ്ത്രം ധരിക്കാറുണ്ട്. കർണാടകയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ വരുന്ന നാട്ടിൻ പുറത്തുകാർക്ക് പെൺകുട്ടികൾ യൂറോപ്യൻ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
എന്ന് മാത്രമല്ല, പെൺകുട്ടികൾ മദ്യപിക്കുന്നതും ബോയ്ഫ്രണ്ട്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതും ചർച്ച് സ്ട്രീറ്റിൽ അനുവദനീയമാണ്. ചർച്ച് സ്ട്രീറ്റിൽ എത്തുന്നതോടുകൂടി നിങ്ങൾ ഇന്ത്യയിലാണെന്ന് മറക്കുകയും യൂറോപ്പിലെത്തിയെന്ന് ധരിക്കുകയും ചെയ്താൽ കൂടുതൽ അങ്കലാപ്പുണ്ടാകേണ്ട ആവശ്യമില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട സന്ദർശന കേന്ദ്രമായി ചർച്ച് സ്ട്രീറ്റ് മാറിയിട്ടുണ്ട്. എങ്കിലും മലയാളികൾ നെറ്റ് ചൊളിച്ചുകൊണ്ടാണ് ചർച്ച് സ്ട്രീറ്റിലെ അത്യാധുനിക ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ പെൺകുട്ടികളെ നോക്കിക്കാണുന്നത്. ഈ തെരുവിനെ ചർച്ച് സ്ട്രീറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ സെൻറ്റ് മാർക്സ് കത്തീഡ്രൽ എന്ന ഒരു വലിയ പള്ളി ഉള്ളതുകൊണ്ടാണ്. ബ്രിട്ടീഷ് ബരോക്കെ ശൈലിയിലാണ് ഈ പള്ളിയുടെ വാസ്തുശില്പ മാതൃക. മഹാത്മാഗാന്ധി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 216 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ പള്ളികളിലൊന്നാണ് സെയിൻറ്റ് മാർക്സ് കത്തീഡ്രൽ. ക്രിസ്ത്യാനികൾക്ക് പുറമെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിക്കുവാൻ അനുവാദമുണ്ട്. കർണാടകയിലെ മുസ്ലിം പള്ളികളിലും ഇത്തരത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പ്രവേശിപ്പിക്കാറുണ്ട്. കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രവേശിപ്പിക്കാറുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും പഠിക്കുന്ന സ്ഥലത്തും ആശുപത്രിയിലും ജാതിയും മതവും നോക്കേണ്ട ആവശ്യമില്ല എന്ന് കർണാടകക്കാർക്കറിയാം. അതുപോലെ കല്യാണം കഴിക്കുമ്പോഴും ജാതിയും മതവും നോക്കുന്ന സ്വഭാവം ബാംഗ്ലൂരിലില്ല. എന്നാൽ മലയാളികൾ പഴഞ്ചന്മാരായതുകൊണ്ട് പള്ളികളിൽ മുസ്ലിങ്ങളെ മാത്രവും അമ്പലങ്ങളിൽ ഹിന്ദുക്കളെ മാത്രവും പ്രവേശിപ്പിക്കുന്ന രീതിയുണ്ട്. എങ്കിലും കല്യാണം കഴിക്കുന്നതിന് ജാതിയും മതവും നോക്കേണ്ടതില്ല എന്ന് ചെറിയൊരെണ്ണം മലയാളികൾക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഭാര്യയുടെ ജോലി ഭക്ഷണം ഉണ്ടാക്കലും തുണിയലക്കലുമായതുകൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ ജാതി ഏതാണ് മതമേതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഭക്ഷണം ഉണ്ടാക്കുവാനും പാത്രം കഴുകുവാനും തുണിയലക്കുവാനുമുള്ള തടിമെടുക്കുണ്ടോ എന്ന് മാത്രമാണ് ആധുനികരായ ചെറുപ്പക്കാർ ചോദിക്കുന്നത്. പണ്ട് ചെമ്മീൻ സിനിമ ഒരു വലിയ സംഭവമാവാൻ കാരണം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള കല്യാണങ്ങൾ അപൂർവമായതുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സിനിമയുണ്ടാക്കിയാൽ വിജയിക്കുകയില്ല. കാരണം ധാരാളമായി ചെറുപ്പക്കാർ മതം മാറി കല്യാണം കഴിക്കുന്നത് കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ ഇത് നിത്യസംഭവമാണ്. ചർച്ച് സ്ട്രീറ്റിലെ ഐഡ കഫേ പേർഷ്യൻ ശൈലിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നു. ഉയർന്ന ആംബിയൻസും ഉയർന്ന ബിൽഡിങ്ങുമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഐഡ കഫേ. അതുപോലെ ഭീമ കഫേ ആന്ധ്ര ശൈലിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ധാരാളം ആന്ധ്രക്കാർ ബാംഗ്ലൂർ നഗരത്തിൽ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി അനേകം ആന്ധ്ര റെസ്റ്റോറൻറ്റുകൾ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. മൈസൂരിലും മറ്റ് കർണാടക നഗരങ്ങളിലും ആന്ധ്ര റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റുമെങ്കിലും കേരളത്തിൽ അവ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ ബിഗ്ഗീസ് ബർഗർ ഷോപ്പ് ഗ്രില്ല് ചെയ്ത ബർഗറുകൾ കൊടുക്കുന്നു. ചെറുപ്പക്കാരുടെ പോപ്പുലറായ ഒരു ഹാങ് ഔട്ടായി മാറിയിട്ടുണ്ട് ബിഗ്ഗീസ് ബർഗർ ഷോപ്പ്. അതുപോലെ ആരാധ്യ റെസ്റ്റോറൻറ്റ് മികച്ച ഒരു ബിരിയാണി ഔട്ട്ലെറ്റാണ്. ദം ബിരിയാണിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ബിനി ബിസ്ട്രോ റഷ്യൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഔട്ട്ലെറ്റാണ്. ധാരാളം വിദേശികൾ ഇവിടെ സ്ഥിരമായി സന്ദർശിക്കുന്നു. എങ്കിലും റഷ്യക്കാരെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഗോവയിൽ റഷ്യക്കാർക്ക് താല്പര്യം വർദ്ധിക്കുകയും ഗോവയുടെ ഭൂരിഭാഗം ബിസിനസ്സും റഷ്യക്കാർ പിടിച്ചെടുക്കുകയും ഗോവയിൽ ഇന്ത്യക്കാരുടെ സ്വാധീനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. റഷ്യക്കാരെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന സ്വഭാവവും റഷ്യൻ മാഫിയ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കക്കാർ ഇന്ത്യയിൽ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ച് തിരിച്ചയക്കാവുന്നതാണ്. എന്നാൽ റഷ്യ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് റഷ്യക്കാരുമായി കശപിശയുണ്ടാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് താല്പര്യമില്ല. അതുകൊണ്ട് ഗോവ പോലെയുള്ളൊരു സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം റഷ്യക്കാർ കൈയാളുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഗോവയിലെ സംസ്ഥാന ഗവൺമെൻറ്റും. ഇത്തരത്തിലൊരു പ്രശ്നം ഗോവയിലില്ല എന്നാണ് ഗോവയുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എന്നാൽ നാട്ടുകാർക്ക് സത്യം അറിയാം. അതുപോലെ കേരളത്തിലും കർണാടകയിലും റഷ്യക്കാർ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മുളയിലേ അത് നുള്ളിക്കളയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ആദ്യം ഒരു സ്ട്രീറ്റും പിന്നീട് ഒരു നഗരവും പിടിച്ചെടുക്കുവാൻ റഷ്യക്കാർക്ക് വളരെ എളുപ്പമാണ്. ഗോവയിലേക്ക് വരുന്ന റഷ്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് വരുന്നത്. ഇന്ത്യക്കാർക്ക് വീട് വാടകയ്ക്കെടുക്കാൻ ഇപ്പോൾ ഗോവയിൽ പ്രയാസമുണ്ട്. കാരണം അത്രയധികം റഷ്യക്കാർ റിയൽ എസ്റ്റേറ്റ് മേഖല നിയന്ത്രിക്കുന്നു. എങ്കിലും ഗോവയിലെ ധനികരായ ഇന്ത്യക്കാർക്ക് റഷ്യക്കാരെ കൊണ്ട് വലിയ ശല്യമില്ല. പാവപ്പെട്ടവർക്കാണ് ഇപ്പോൾ ഗോവയിൽ സ്ഥാനം ഇല്ലാതെ വന്നത്. ചർച്ച് സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത ധാരാളം ബുക്ക് സ്റ്റോളുകളിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ചർച്ച് സ്ട്രീറ്റിൽ വരുന്ന സന്ദർശകർ പൊതുവെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് പുസ്തകങ്ങൾ ധാരാളമായി ചിലവാകുന്നുണ്ട്. ബ്ലോസം ബുക്ക് സ്റ്റാളിന് 4-5 ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ പറ്റിയിട്ടുണ്ട്. പുസ്തകങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് കൂടുതലും പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നത് മൊബൈൽ ഫോണിലും കിൻഡിൽ പോലെയുള്ള റീഡിംഗ് മെഷീനുകളിലുമാണ്. ഒരു കിൻഡിൽ വാങ്ങിക്കുവാൻ 5000 രൂപയേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ എല്ലാ പുസ്തകങ്ങളും കിൻഡിലിൽ വായിക്കുവാൻ നല്ല സൗകര്യമുണ്ട്. എന്നാൽ പെൺകുട്ടികൾക്ക് പഴയ തലമുറയുടെ രീതിയിൽ പുസ്തകങ്ങൾ വാങ്ങിക്കുവാനും തൊട്ടു നോക്കുവാനും സ്മെൽ ചെയ്ത് നോക്കുവാനും എപ്പോഴും കയ്യിൽ കൊണ്ട് അഭിമാനത്തോടെ നടക്കുവാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ചർച്ച് സ്ട്രീറ്റിൽ എവിടെ നോക്കിയാലും സുന്ദരികളായ പെൺകുട്ടികൾ അവരെക്കാൾ സൗന്ദര്യമുള്ള പുസ്തകങ്ങളും കൊണ്ട് നടക്കുന്നത് കാണാം. സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വിൽക്കുന്ന ബുക്ക് ഹോം തുടങ്ങിയ പുസ്തകക്കടകളും ഇവിടെയുണ്ട്. അതുപോലെ അമീബ ബൗളിംഗ് ആലി ധാരാളം വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു.
ചർച്ച് സ്ട്രീറ്റിലെ ഏറ്റവും വലിയ ആകർഷണീയതയായി അമീബ ബൗളിംഗ് ആലി അറിയപ്പെടുന്നു. യൂറോപ്യൻ നിലവാരമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗെയിമിംഗ് സെൻ്ററാണ് അമീബ ബൗളിംഗ് ആലി. ധാരാളം ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ചർച്ച് സ്ട്രീറ്റിലുണ്ട്. ചൈനയുടെ സംസ്കാരവും ഭക്ഷണരീതികളും പഠിക്കുവാൻ വേണ്ടി ചൈനയിലേക്ക് പോകുന്ന വിഡ്ഢി കൂശ്പാണ്ഡന്മാർ മലയാളികളുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ ബാംഗ്ലൂരിലെ പല ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ചൈനയുടെ സംസ്കാരവും ഭക്ഷണരീതിയും പൂർണ്ണമായും പ്രതിഫലിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരം റെസ്റ്റോറൻറ്റുകളുടെ ഉള്ളിൽ കയറുമ്പോൾ ധാരാളം ചൈനക്കാരെ കാണുവാനും പറ്റും. റെസ്റ്റോറൻറ്റിലെ കസ്റ്റമേഴ്സിന് പുറമെ ജീവനക്കാരും പലരും ചൈനക്കാരാണ്. ചൈനീസ് രീതിയിലുള്ള ഡെക്കറേഷൻസും ഫർണിച്ചറും ഭക്ഷണ വിഭവങ്ങളും പൂർണ്ണമായൊരു ചൈനീസ് അന്തരീക്ഷം ഈ റെസ്റ്റോറൻറ്റുകളുടെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചർച്ച് സ്ട്രീറ്റിൽ മെയിൻലാൻഡ് ചൈന, ഹിപ്പോപോള, ബീജിംഗ് ഓ കൽക്കട്ട തുടങ്ങിയ അറിയപ്പെടുന്ന ചൈനീസ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ കൊക്കോ ഗ്രൂവ് എന്ന് പറയുന്ന ഒരു കോക്കനട്ട് തീം റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. തെങ്ങിൻ തോട്ടം മാർക്കറ്റ് ചെയ്തിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളം കസ്റ്റമേഴ്സ് തെങ്ങിൻ തോട്ടത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ എവിടെയും തെങ്ങിൻ തോട്ടം മാർക്കറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ ഞാൻ കണ്ടിട്ടില്ല. മലയാളികൾക്ക് തെങ്ങ് വലിയൊരു തേങ്ങയാണെന്നുള്ള അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ് തെങ്ങിൻ തോട്ടം മാർക്കറ്റ് ചെയ്യുവാൻ മലയാളികൾ താല്പര്യം കാണിക്കാത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദേവഗിരി കോളേജിലേക്കുള്ള നടപ്പാതയിൽ ദേവഗിരി ബിൽഡിംഗ് എന്ന ഒരു വലിയ കെട്ടിടമുണ്ട്. അവിടെ ന്യൂസെന റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ജനലിൽ കൂടി മനോഹരമായ ഒരു തെങ്ങിൻ തോട്ടത്തിൻ്റെ വ്യൂസ് കാണുവാൻ പറ്റും. എങ്കിലും ഈ റെസ്റ്റോറൻറ്റ് അകത്ത് തെങ്ങിൻ തോട്ടം തീം ഇൻറ്റീരിയർ ഡെക്കറേഷന് ഉപയോഗിച്ചിട്ടില്ല. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഒരു വലിയ നടുമുറ്റവും ധാരാളം പൂക്കളും ചെടികളും വളർത്തിയ ഒരു വെയിറ്റിംഗ് ഏരിയയും ഉള്ളതുകൊണ്ട് ധാരാളം കസ്റ്റമേഴ്സ് ന്യൂസെന റെസ്റ്റോറൻറ്റ് സന്ദർശിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ചർച്ച് സ്ട്രീറ്റിൽ കൊക്കോസ് കിച്ചൻ എന്ന റെസ്റ്റോറൻറ്റ് വളരെ ഫാഷനബിളായ ഒരു ക്രൗഡിനെ അട്രാക്റ്റ് ചെയ്യുന്നു. കൊക്കോസ് എന്ന പേരിൽ 2 റെസ്റ്റോറൻറ്റുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈസി ടൈഗർ റെസ്റ്റോറൻറ്റ് ചൈനീസ് ഭക്ഷണമാണ് നൽകുന്നത്. കൂടുതലായി സ്റ്റുഡൻറ്റ് ക്രൗഡിനെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വളരെ ഫാഷനബിളായ ഒരു ക്രൗഡാണ് ഈസി ടൈഗർ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. അതുപോലെ ഫ്ലോ ക്ലബ് സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ് കുറേ കൂടി ചിലവ് കൂടിയ ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ സ്റ്റൈലിഷായ ഒരു ക്രൗഡാണ് ഇവിടെ കൂടുതലായും വരുന്നത്. അതുപോലെ മാറ്റിയോ കോഫി ഷോപ്പ് ഔട്ട്ഡോർ സീറ്റിംഗ് സജ്ജീകരിച്ചിട്ടുള്ളത് കൊണ്ട് വിദേശികളെ ധാരാളമായി ആകർഷിക്കുന്നു. മലബാർ മാഗസിൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വിദേശികൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുവാൻ പറ്റി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഔട്ട്ഡോർ സീറ്റിങ്ങിനോട് പ്രത്യേകമായ താല്പര്യമുണ്ട്. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കൊല്ലത്തിൽ പകുതി മാസങ്ങളിലും ഔട്ട്ഡോർ സീറ്റിങ്ങിൽ ഭക്ഷണം കഴിക്കുവാൻ പറ്റുകയില്ല. എന്നാൽ ഇന്ത്യയിൽ 12 മാസവും ഔട്ട്ഡോർ സീറ്റിങ്ങിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് വിദേശികൾക്ക് അത്ഭുതകരമായ ഒരു ഭാഗ്യമായി കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് വേണ്ടത്ര തിരിച്ചറിവ് ഉള്ളവരല്ല. അതുപോലെ ഹാഗൻ ദാസ് റെസ്റ്റോറൻറ്റ് ജർമ്മൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പാണ് ഹാഗൻ ദാസ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ധാരാളം വഴിയോര കച്ചവടക്കാരും ചർച്ച് സ്ട്രീറ്റിൽ വ്യാപാരം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് ചോളം ഫ്രൈ ആണ്. വിദേശികളും ചോളം ഫ്രൈ തന്നെ കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അമേരിക്കൻ സ്വീറ്റ് കോൺ വിൽക്കുന്ന ഉന്തുവണ്ടികളും ഇവിടെയുണ്ട്. ചില ഉന്തുവണ്ടികളിൽ ഇന്ത്യൻ സ്വീറ്റ് കോൺ എന്ന് എഴുതി വച്ചിട്ടുള്ളത് ദേശസ്നേഹികളെ ആകർഷിക്കുവാൻ വേണ്ടിയാണ്. പാനിപൂരി പോലുള്ള വിഭവങ്ങളും അതുപോലെ മാങ്ങ അച്ചാറും പൈനാപ്പിൾ അച്ചാറും പട്ടാണിക്കടല വറുത്തതും ഇവിടെ കിട്ടും. പെൺകുട്ടികളുടെ ഇയർ റിങ്സും ബാംഗിൾസും വിൽക്കുന്ന കടകളും ധാരാളമുണ്ട്. ചുമർ ചിത്രങ്ങളും കൊട്ടേഷനുകളും ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു സ്ഥലമായി ചർച്ച് സ്ട്രീറ്റ് അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള 2-3 വഴിയോര കടകൾ കാണുവാൻ പറ്റി. ഈ വാതിൽ കഴിഞ്ഞാൽ പൊട്ടന്മാർക്ക് പ്രവേശനമില്ല എന്നെഴുതി വെച്ച ഒരു സൈൻ ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. മൊബൈൽ ഫോണുകൾ നന്നാക്കുന്ന കടയിൽ ടെക്നീഷ്യൻ ഇരിക്കുന്ന മുറിയുടെ പുറത്ത് ഒട്ടിക്കാൻ പറ്റിയ ഒരു സൈൻ ബോർഡാണിത്. അതുപോലെ റെസ്റ്റോറൻറ്റുകളിൽ അടുക്കളയിലേക്ക് കസ്റ്റമേഴ്സ് കയറാതിരിക്കുവാനും ഈ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. മലയാളികൾ നടത്തുന്ന പച്ചു റോൾസ് എന്ന സാൻഡ്വിച്ച് ഷോപ്പും ഇവിടെയുണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് പച്ചു റോൾസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മെസൈൻ ഫ്ലോറിലാണ്. ഇവിടെ ലഭിക്കുന്ന എഗ് റോൾസ് നല്ല ടേസ്റ്റുള്ളതാണ്. ഒരു ചപ്പാത്തിക്കുള്ളിൽ 2 പുഴുങ്ങിയ മുട്ട തിരികെ കയറ്റുകയും ധാരാളം സോസുകളും മസാലകളും ചേർക്കുകയും ചെയ്യുന്ന ഈ എഗ് റോൾസിന് 75 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഹരമായി മാറിയിട്ടുണ്ട് പച്ചു റോൾസ് എന്ന മലയാളി സാൻഡ്വിച്ച് ഷോപ്പ്. അതുപോലെ പാരീസ് പണിനി റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻ്റാണ്. മികച്ച സാൻഡ്വിച്ചുകളും റാപ്പുകളും ഇവിടെ ലഭിക്കുന്നു. കുറെ കൂടി ചിലവേറിയ ഭക്ഷണമാണ് പാരീസ് പണിനി റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നത്. എന്നാൽ പാരീസിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ചിലവ് ചുരുങ്ങിയ ഒരു റെസ്റ്റോറൻ്റായി അനുഭവപ്പെടും.
ഏറെക്കുറെ സെയിം ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ക്യൂബ് കഫേ ഒരു സ്റ്റുഡൻറ്റ് ഹാങ് ഔട്ടാണ്. ബൺ ചീസ് ഓംലെറ്റിന് 100 രൂപ ചാർജ് ചെയ്യുന്നു. ഫിൽറ്റർ കോഫി ഉയർന്ന ക്വാളിറ്റി ഉള്ളതാണെങ്കിലും 20 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. മാഗി നൂഡിൽസിന് 60 രൂപയും ചിക്കൻ കൽക്കട്ട കാട്ടി റോളിന് 135 രൂപയും ചാർജ് ചെയ്യുന്നു. ഇവിടുത്തെ ചിക്കൻ കൽക്കട്ട കാട്ടി റോളിന് കൂടുതൽ സ്പൈസിയായ ഒരു എക്സ്പീരിയൻസ് നൽകുവാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ബാംഗ്ലൂരിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ വിഭവത്തിന് 70 രൂപ മാത്രമേ ചാർജ് ചെയ്യാറുള്ളൂ. അതുപോലെ മനോഹരമായ 2 സ്റ്റാർബക്സ് റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ധാരാളം ടിബറ്റൻ സന്യാസിമാർ ഈ റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കുന്നു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ടിബറ്റുകാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്ക് പറ്റിയ ഭക്ഷണം നൽകുവാൻ ബാംഗ്ലൂർ നഗരം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചർച്ച് സ്ട്രീറ്റിന് പുറമെ 100 മീറ്റർ ദൂരെ ബ്രിഗേഡ് റോഡിലും മറ്റൊരു സ്റ്റാർബക്സ് ബ്രാഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ചർച്ച് സ്ട്രീറ്റിലുള്ള സ്റ്റാർബക്സ് മഞ്ഞ ഫർണിച്ചർ കൊണ്ട് മനോഹരമായ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കീശയിൽ ധാരാളം കാശുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് സ്റ്റാർബക്സ് കോഫി ഷോപ്പ്. അതുപോലെ വൈറ്റ് റൂം കോഫി ആൻഡ് കിച്ചൺ വെളുത്ത നിറമുള്ള കസേരകളും മേശകളും കപ്പുകളും സോസറുകളും പോലും വെള്ള നിറം തന്നെ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകമായ ആംബിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം വളരെ പ്രധാനമാണെന്ന് മലയാളികൾക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് മികച്ച കോഫി ഷോപ്പുകൾ കേരളത്തിൽ കാണുവാൻ പറ്റാത്തത്. പുതുതായി കോഫി ഷോപ്പുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാംഗ്ലൂരിലെ വൈറ്റ് റൂം കോഫി ആൻഡ് കിച്ചൺ സന്ദർശിച്ചാൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടും. കാപ്പി കഴിക്കുന്നതല്ല പ്രധാനം, ആ എക്സ്പീരിയൻസ് ആണ് പ്രധാനം എന്ന് കോഫി ഷോപ്പ് കസ്റ്റമേഴ്സ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് മികച്ച കോഫി ഷോപ്പുകൾ പാരീസിൽ മാത്രമേ കാണുവാൻ പറ്റൂ എന്ന് കോഫി ഷോപ്പ് കസ്റ്റമേഴ്സ് വാശി പിടിക്കുന്നത്. അതുപോലെ ഈസി ബൈറ്റ്സ് റെസ്റ്റോറൻറ്റ് എംപയർ റെസ്റ്റോറൻറ്റിൻ്റെ താഴത്തെ നിലയിലാണ്. ധാരാളം ഐറ്റംസ് കണ്ണാടിക്കോട്ടിൽ പ്രദർശിപ്പിക്കുകയും ടെലിവിഷൻ സ്ക്രീനുകളിൽ മാറി മാറി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 4 കോടിയായി ജംഗ്ഷൻ 750 മീറ്റർ നീളമുള്ള ചർച്ച് സ്ട്രീറ്റിൻ്റെ അവസാനത്തെ കടയാണ്. മഞ്ഞ നിറമുള്ള യൂണിഫോം ഇട്ട സ്മാർട്ടായിട്ടുള്ള ജീവനക്കാർ ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഈ കടയുടെ എതിർഭാഗത്ത് ചർച്ച് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു തട്ടുകടയുമുണ്ട്. ധാരാളം ചെറുപ്പക്കാർ അവിടെയും തടിച്ചുകൂടി നിൽക്കുന്നത് കാണുവാൻ പറ്റി. ഈ ഭാഗത്ത് ധാരാളം സിമൻ്റ് ഇരിപ്പിടങ്ങൾ ഉള്ളതുകൊണ്ട് ട്രാഫിക് വീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ചർച്ച് സ്ട്രീറ്റിൻ്റെ അവസാനം കാണുന്ന ഈ 2 കടകൾ വമ്പിച്ച ജനശ്രദ്ധ ആകർഷിക്കുന്നു. ചർച്ച് സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ്റെ വടക്ക് ഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ ശിവാജി നഗർ സൈഡിൽ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്ന ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എത്തിച്ചേരാൻ പറ്റും. വമ്പിച്ച വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണ്. ഇവിടെ ട്രാഫിക് ഒരു വഴിക്ക് മാത്രമേ ഓടിക്കുവാൻ അനുവദിക്കുന്നുള്ളൂ. എങ്കിലും കാൽനട യാത്രക്കാർക്ക് മാത്രമായി ഈ റോഡ് മാറ്റേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അത്രയധികം തിരക്കുണ്ട് ഇവിടെ. തൊട്ടടുത്തുള്ള സെൻട്രൽ സ്ട്രീറ്റിൽ ഫർണിച്ചറുകൾക്ക് വിലക്കുറവുണ്ട്. അറിയപ്പെടുന്ന ഫർണിച്ചർ കടയായ അസീസ് ബ്രദേഴ്സ് ആൻഡ് കമ്പനി ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിന് ശിവാജി നഗർ എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ശിവാജി നഗർ കൊമേഴ്സ്യൽ സ്ട്രീറ്റും അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള വലിയൊരു പ്രദേശവും ഉൾപ്പെടുന്ന ഒരു ഏരിയയുടെ പേരായി മാറ്റിയിട്ടുണ്ട്. കൂടുതലും മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ശിവാജി നഗർ. അതുപോലെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ കൂടുതൽ ലാഭം കിട്ടുന്നതുകൊണ്ട് മലയാളികളും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ ധാരാളം വസ്ത്രങ്ങളും പാദരക്ഷകളും ആഭരണങ്ങളും ഇലക്ട്രോണിക് വസ്തുക്കളും വിൽക്കുന്നു. റെസ്റ്റോറൻറ്റുകളും ധാരാളമുണ്ട്. എന്നാൽ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ ഇടവഴികളും സൈഡ് റോഡുകളും ഉള്ളതുകൊണ്ട് ആയിരക്കണക്കിന് കടകൾ ഈ ചെറിയ സ്പേസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പ്രധാന റോഡിനേക്കാൾ വിലക്കുറവുമാണ് ചെറിയ റോഡുകളിലുള്ള ചെറിയ കടകളിൽ. മലയാളികൾ കൂടുതലായും ഇത്തരം ചെറിയ കടകളിലാണ് ബിസിനസ് ചെയ്യുന്നത്. 75 കാറുകൾക്ക് മാത്രമേ ഇവിടെ നിർത്തിയിടുവാനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ട് വാഹനങ്ങൾ ഇവിടെ നിർത്താതെ ആളുകളെ ഇറക്കി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. OPH റോഡിൻ്റെയും കാമരാജ് റോഡിൻ്റെയും മധ്യത്തിൽ ഞെങ്ങി കഴിയുകയാണ് കൊമേഴ്സ്യൽ റോഡ്. ഡിസ്പെൻസറി റോഡും അബ്രഹാം സാഹിബ് റോഡും കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പെട്ടതാണ്. ചിൽഡ്രൻസ് കോർണർ പോലെയുള്ള അറിയപ്പെടുന്ന ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെയുണ്ട്. ധാരാളം ഫാമിലീസ് സന്ദർശിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ചിൽഡ്രൻസ് കോർണർ. അതുപോലെ ഫാബ് ഇന്ത്യ പോലെയുള്ള അറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുടെ ബ്രാഞ്ചും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളും പാത്രങ്ങളും സൈക്കിളുകളും ആഭരണങ്ങളും ഉയർന്ന ക്വാളിറ്റിയിൽ ലഭിക്കുന്ന ഫാബ് ഇന്ത്യ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ്. ഉയർന്ന ബ്രാൻഡും ഉയർന്ന ക്വാളിറ്റിയും ഉയർന്ന വിലയും ഫാബ് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അതുപോലെ ലിബർട്ടി സിൽക്സ് പോലെയുള്ള വലിയ കടകളും സന്ദർശകരുടെ ശ്രദ്ധയിൽപ്പെടും.
നല്ല ആംബിയൻസ് ഉള്ള ഒരു സാരി ഷോപ്പാണ് ലിബർട്ടി സിൽക്സ്. സൗകര്യപ്രദമായ സീറ്റുകളും ഉയർന്ന സെലക്ഷനും ലിബർട്ടി സിൽക്സിൽ ലഭ്യമാണ്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ കൂടി കാഴ്ചകൾ കണ്ട് നടക്കുകയാണെങ്കിൽ ഏകദേശം 10 മിനിറ്റോളം നടന്നാൽ ഒരു ടി ജംഗ്ഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ വലിയൊരു ടെലിവിഷൻ സ്ക്രീനിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 1 മിനിറ്റ് നടന്നാൽ ഒരു പാലക്കാടൻ റെസ്റ്റോറൻറ്റ് കാണാം. കേരള മെസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. വലതുവശത്ത് അപ്സ്റ്റെയറിലാണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല പുട്ടും മീൻകറിയും മുട്ട റോസ്റ്റും കഴിച്ചപ്പോൾ 70 രൂപ മാത്രമേ ചാർജ് ചെയ്തുള്ളൂ. ഇവിടെ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും തുറക്കാറുണ്ട്. ഉച്ചയ്ക്ക് മികച്ച കേരള ശൈലിയിലുള്ള ലഞ്ചും ഇവിടെ ലഭിക്കും. ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മനോഹരമായ ഒരു വെളുത്ത ജുമാ മസ്ജിദ് കാണുവാൻ പറ്റും. ഈ തെരുവിൻ്റെ പേരും ജുമാ മസ്ജിദ് സ്ട്രീറ്റ് എന്ന് തന്നെയാണ്. ഈ തെരുവ് സെയിൻറ്റ് പോൾസ് ചർച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ലേഡി കർസൺ ആശുപത്രിയുടെ അടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പള്ളിയായ സെയിൻറ്റ് പോൾസ് ചർച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 185 വർഷത്തെ പഴക്കമുണ്ട്. ഈ റോഡിൽ കൂടി 10 മിനിറ്റ് കൂടി നടന്നാൽ കബ്ബൺ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ ഒരു എക്സിറ്റ് ബ്രിഗേഡ് റോഡിലേക്ക് തുറന്നിരിക്കുന്നു. ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കുള്ള ഷോപ്പിംഗ് ഏരിയകളിൽ പെട്ടതാണ് ബ്രിഗേഡ് റോഡ്. MG റോഡ് മുതൽ ഹൊസൂർ റോഡ് വരെ കണക്ട് ചെയ്യുന്ന ഒരു 1 വേ സ്ട്രീറ്റാണ് ബ്രിഗേഡ് റോഡ്. ഒരു ഭാഗത്ത് റെസിഡൻസി റോഡുമായും ചർച്ച് സ്ട്രീറ്റുമായും ഈ റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയത് ബ്രിഗേഡ് റോഡിലാണ്. 1996 ഈ ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയപ്പോൾ മലബാർ മാഗസിൻ അവിടെ സന്ദർശിക്കുകയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും ചെയ്തു. എങ്കിലും സന്ദർശകർക്കെല്ലാം കാപ്പി കൊടുക്കുന്ന അവിടുത്തെ പതിവ് എന്നെ അമ്പരപ്പിച്ചു. എന്താണ് സൈബർ കഫേ എന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നതെന്ന് പിന്നീട് എനിക്ക് ഊഹിക്കുവാൻ പറ്റി. അന്നത്തെ കാലത്ത് ജിമെയിൽ ഇല്ലാത്തതുകൊണ്ട് ധാരാളം ബാംഗ്ലൂർക്കാർ ഈ സൈബർ കഫേയിൽ വരികയും ജീവനക്കാരുടെ സഹായത്തോടുകൂടി ഹോട്ട്മെയിൽ എന്ന ഇന്ത്യൻ ഇമെയിൽ സേവനം ഉപയോഗിക്കുവാൻ പഠിക്കുകയും ചെയ്യുന്നത് കാണുവാൻ പറ്റി. ബ്രിഗേഡ് റോഡിൻ്റെ അവസാനം ഇന്ത്യയുടെ ദേശീയ പതാക പാറിപ്പറക്കുന്ന മനോഹരമായ ഒരു സ്ക്വയറാണ്. ഇവിടെ വെച്ചാണ് ബ്രിഗേഡ് റോഡ് റെസിഡൻസി റോഡുമായി കൂട്ടിമുട്ടുന്നത്. മനോഹരമായ സെൻറ്റ് പാട്രിക്സ് ചർച്ച് 92 വർഷം പഴക്കമുള്ള ഒരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. ബാംഗ്ലൂർക്കാർ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് പാട്രിക്സ് ചർച്ച്. ഈ പള്ളിയുടെ വിശാലമായ കോമ്പൗണ്ടിൽ 3 സ്കൂളുകളുമുണ്ട്. ധാരാളം ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ബുക്ക് സ്റ്റാളുകളും കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും അതുപോലെയുള്ള ഹാപ്പനിങ് പ്ലേസുകളും ബ്രിഗേഡ് റോഡിൽ നിറഞ്ഞു നിൽക്കുന്നു. ബാംഗ്ലൂരിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്നത് ബ്രിഗേഡ് റോഡിലും ചർച്ച് സ്ട്രീറ്റിലുമാണ്. ആ സമയത്ത് ഈ തെരുവുകൾ മനോഹരമായി അലങ്കാര വിളക്കുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ KFC ബ്രാഞ്ച് തുടങ്ങിയത് ബ്രിഗേഡ് റോഡിലാണ്. 29 വർഷം മുമ്പാണ് ഈ ചരിത്ര സംഭവം നടന്നത്. ഇപ്പോൾ 1400 കാറുകൾക്ക് പാർക്ക് ചെയ്യുവാൻ ഇവിടെ സൗകര്യമുണ്ട്. ബ്രിഗേഡ് റോഡിലെ പാർക്കിംഗ് മീറ്ററുകൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പാർക്കിംഗ് മീറ്ററുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം യൂറോപ്യൻ നിലവാരത്തിലുള്ള ഒരു ഇന്ത്യൻ തെരുവായി ബ്രിഗേഡ് റോഡ് അറിയപ്പെടുന്നു. ബ്രിഗേഡ് റോഡ് എന്ന പേരിൽ പ്രത്യേകിച്ച് ഒരു മെട്രോ സ്റ്റേഷൻ ഇല്ലെങ്കിലും MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ ഒരു എക്സിറ്റ് നേരിട്ട് ബ്രിഗേഡ് റോഡിലേക്ക് തുറക്കുന്നതുകൊണ്ട് മെട്രോയിൽ വരുമ്പോൾ വളരെ സൗകര്യമുണ്ട്. ബ്രിഗേഡ് റോഡിൻ്റെ അവസാനത്തിൽ റെസിഡൻസി റോഡുമായി കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ബാംഗ്ലൂർ ഓപ്പറ ഹൗസ് എന്ന പ്രാചീനമായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നു. സർക്കാർ ഈ കെട്ടിടം സാംസങ് മൊബൈൽ കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സാംസങ് ഓപ്പറ ഹൗസ് എന്ന പേരിൽ ഇവിടെ കമ്പനി ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ നടത്തുന്നുണ്ട്. സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്ന ഹൈ ക്ലാസ് പീപ്പിളിന് ഇവിടെ കടന്നു വരുവാൻ അനുവാദമുണ്ട്. എങ്കിലും മറ്റ് ചീള് ഫോണുകളും ഊളാച്ചി ചൈനീസ് ഫോണുകളും ഉപയോഗിക്കുന്നവരെ ഇവിടെ പ്രവേശിപ്പിക്കാറില്ല. സാംസങ് കമ്പനിയുടെ ഷോറൂമിന് നേരെ മുമ്പിൽ സാപ്പർ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ഒരു യുദ്ധസ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ച ഇന്ത്യൻ സൈനികരെയും ബ്രിട്ടീഷ് സൈനികരെയും അനുസ്മരിക്കാനാണ് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ഈ സ്മാരകം ഉണ്ടാക്കിയത്. ഈ സ്മാരകത്തിൻ്റെ മുൻഭാഗത്തായി L ഷേപ്പിൽ വലിയ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ സമയം 100ഓളം ആളുകൾക്ക് ഇവിടെ ഇരിക്കുവാനും റെസിഡൻസി റോഡിൽ കൂടി വാഹനം ഒഴുകുന്നത് നിരീക്ഷിക്കുവാനും കഴിയും. തൊട്ടുമുകളിൽ സ്റ്റാർബക്കിൻ്റെ 2ാമത്തെ കോഫി ഷോപ്പ് ഔട്ട്ലെറ്റുമുണ്ട്. ഒരു കെട്ടിടവും ഒരു സ്ക്വയറും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്താൽ എന്തുമാത്രം മനോഹരമായി അവർ അത് പരിപാലിക്കുമെന്ന് കാണുവാൻ വേണ്ടി ബ്രിഗേഡ് റോഡിലെ സാംസങ് ഓപ്പറ ഹൗസ് കാണുവാൻ വന്നാൽ മതി.
തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് ടാറ്റ കമ്പനിക്ക് വിട്ടുകൊടുത്താൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യുവാനും സന്ദർശകർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനുമുള്ള ഒരു സാഹചര്യം 1-2 മാസങ്ങൾ കൊണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കേരളത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ യൂസഫ് അലി ഹാജിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ചുരുങ്ങിയ വിലക്ക് മികച്ച സൂപ്പർ മാർക്കറ്റ് അനുഭവം ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. അടുത്ത പ്രാവശ്യം PD സതീശനോ കുഞ്ഞാലിക്കുട്ടിയോ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്താവുന്നതാണ്. എങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനുള്ള അനുവാദം കൊടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും വിചാരിച്ചാൽ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുമെങ്കിലും കേരളം ഭരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും DYFIക്കാരും SFIക്കാരും അവരെ അനുവദിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ ഇന്നും ഇന്നലെയും കാണുവാൻ തുടങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ധാരാളമായി ജീവിക്കും. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഏറ്റവും നന്നായി പെരുമാറുന്നത് അവർ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ വീരും വാശിയും ചൂരും മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്രിഗേഡ് റോഡിലെ ഹാൻഡിക്രാഫ്റ്റ് എംപോറിയം മികച്ച ഒരു പുരാവസ്തു ശേഖരം ഓഫർ ചെയ്യുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗിഫ്റ്റ് ഐറ്റംസുമാണ് ഇവിടെ കൂടുതലായി ലഭിക്കുന്നത്. അതുപോലെ PVR സിനിമ നല്ല ആംബിയൻസ് ഉള്ള ഒരു സിനിമാ തിയേറ്ററാണ്. ചെലവ് കൂടിയ ഒരു തിയേറ്ററാണെങ്കിലും മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളതുകൊണ്ട് ബാംഗ്ലൂർക്കാർക്ക് ട്രാഫിക്കിൽ കുടുങ്ങാതെ ഇവിടെ എത്തുവാൻ എളുപ്പമുണ്ട്. ഇത്തരത്തിൽ അനേകം ഷോപ്പിംഗ് സാധ്യതകളും എൻ്റർടൈൻമെൻറ്റ് അവന്യൂസും റെസ്റ്റോറൻറ്റ് അനുഭവങ്ങളും കൊണ്ട് നിറഞ്ഞ മഹാത്മാഗാന്ധി റോഡും ബ്രിഗേഡ് റോഡും ചർച്ച് സ്ട്രീറ്റും കൊമേഴ്സ്യൽ സ്ട്രീറ്റും ബാംഗ്ലൂരിൻ്റെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഏരിയയായി അറിയപ്പെടുന്നു. അടുത്ത തവണ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ നഗരം മുഴുവൻ കാണുവാൻ ശ്രമിക്കുന്നതിന് പകരം ബ്രിഗേഡ് റോഡ് പ്രദേശവും MG റോഡ് പ്രദേശവും ചർച്ച് സ്ട്രീറ്റ് പ്രദേശവും കൊമേഴ്സ്യൽ സ്ട്രീറ്റും മാത്രം കാണുവാൻ 3 ദിവസം നീക്കിവെച്ചാൽ ധാരാളമായി. 1 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 3 ദിവസം കുടുംബസമേതം ഇവിടെ ചെലവഴിക്കുവാൻ അല്പസ്വല്പം പിശുക്കുവാൻ അറിയുന്നവർക്ക് എളുപ്പത്തിൽ സാധിക്കും.